ഈ രാഹുലിന് വേണ്ടി സംസാരിക്കുന്നവരും രാഹുലിന്റെ അനുയായികളും പ്രചരിപ്പിക്കുന്ന കഥകൾ അതും രാഹുൽ നിഷേധിച്ചിരുന്നില്ല പൊതുമധ്യത്തിൽ. പക്ഷെ അതിന് വിരുദ്ധമായിട്ടുള്ള സംഗതികളാണോ ഈ ജാമ്യ ഹർജിയിൽ ആകമാനം എഴുതി വെച്ചിട്ടുള്ളത്? വിവാഹിതയാണെന്നറിയാതെയാണ് യുവതിയുമായി ബന്ധമുണ്ടാക്കിയതെന്നൊക്കെ രാഹുലിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ മറിച്ചാണോ അദ്ദേഹം ജാമ്യ ഹർജിയിൽ എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഒപ്പം മറ്റെന്തൊക്കെ കാര്യങ്ങൾ ജാമ്യ ഹർജിയിൽ നിർണായക സ്വഭാവമുള്ളത് നമ്മൾ കാണുന്നു? വേണ്ടി ഇത്തരത്തിൽ യുവതി ഈ ഓഡിയോ റെക്കോർഡ് ചെയ്തു, അത് പ്രചരിപ്പിച്ചു എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇന്നലെ നമ്മൾ ആ ജാമ്യാപേക്ഷ വിശദമായി നൽകിയിരുന്നതാണ്. അതിൽ പറയുന്ന ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ വിവാഹ വാഗ്ദാനം നൽകി താൻ പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് രാഹുലിന്റെ വാദം. കാരണം ഇവർ വിവാഹിതയായിട്ടുള്ള ഒരാളാണ്. വിവാഹിതയായിട്ടുള്ള ഒരാളിനെ വിവാഹ വാഗ്ദാനം ചെയ്ത് താൻ എങ്ങനെയാണ് അത്തരത്തിൽ ഒരു വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്നാണ് ചോദിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇവർ പ്രഗ്നന്റ് ആയിട്ടുള്ളോ എന്നുള്ള വിവരം തനിക്ക് അറിയില്ല. അങ്ങനെ പ്രഗ്നന്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാനല്ല അയാളെ ഗർഭിണിയാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു വാദമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. അവർ വിവാഹിതയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബജീവിതത്തിൽ അവർ ഭർത്താവിൽ നിന്ന് ആയിരിക്കും ഗർഭധാരണം ഉണ്ടായിരിക്കുന്നത്, അല്ലാതെ എനിക്ക് അക്കാര്യത്തിൽ പങ്കില്ല എന്നുള്ള ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഇത്രയും നാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിവരങ്ങളൊന്നും സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്രയോ തവണ മാധ്യമങ്ങൾ ചോദിച്ചു, രാഹുൽ ഇത് നിങ്ങളുടെ ശബ്ദമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശബ്ദം അല്ല എന്ന് പോലും രാഹുൽ പറയുന്നില്ല. കാരണം രാഹുൽ നിഷേധിക്കുക പോലും ചെയ്യുന്നില്ല. പക്ഷേ ഒടുവിൽ രാഹുലിന് ഈ ജാമ്യാപേക്ഷയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. തന്റെ ഓഡിയോയാണ്. കാരണം അത് യുവതി മനഃപൂർവ്വം റെക്കോർഡ് ചെയ്തിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ സ്വാഭാവികമായും അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകിച്ചും എടുത്ത് പറയേണ്ടത്, ഇത്രയും നാൾ നമ്മൾ പുറത്ത് കേട്ടിട്ടുള്ള ഓഡിയോയിൽ നിന്നെ കൊല്ലുമെന്ന് ഒരു യുവതിയോട് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദം, അതോടൊപ്പം തന്നെ ഗർഭചിത്രത്തിന് ഒരു യുവതിയെ പ്രേരിപ്പിക്കുന്ന ശബ്ദം, നീ പറയുന്ന മുഴുവൻ കപടമാണ് എന്ന് പറയുന്ന ആ വാക്കുകൾ, അതെല്ലാം രാഹുലിൻ്റെയാണ്. അപ്പോൾ ഇത് കൃത്യമായും നമ്മൾ ഇത് വേറൊരാൾ പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു ജനപ്രതിനിധിയാണ്, ഒരു MLA ആണ്, ഒരു യുവ സംഘടനയുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഇരുന്ന ഒരു നേതാവാണ്. അങ്ങനെ ഒരു വലിയ സംഘടനയുടെ ഭാഗമായി നിൽക്കുകയും ഒരു വലിയൊരു പാർട്ടിയെ പ്രതിദാനം ചെയ്യുന്ന ഒരാളുടെ വാക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് തൻ്റെതെന്ന് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇത്രയും നാൾ അവരുടെ പാർട്ടി നേതൃത്വമോ, രാഹുൽ മാത്രമല്ല പാർട്ടി നേതൃത്വം തന്നെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇനിയെങ്കിലും അതൊരു പുനർചിന്തനത്തിൽ നടത്തണം. കാരണം ഇത്തരത്തിൽ ഇത് രാഹുൽ തന്നെയാണെന്ന് പറയുമ്പോൾ ഇനി ഇത്തരം കാര്യങ്ങളിലൊന്നും അല്ല, ഇതിനപ്പുറത്തേക്ക് രാഹുലിനെ ഇനിയും സംരക്ഷിക്കപ്പെടേണ്ട ആളാണോ, അതല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ നടപടികൾ വേണ്ട ആളല്ലേ എന്ന നിലപാടിലേക്കാണ് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുകയും ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ, അദ്ദേഹത്തെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടോ പോലുള്ള വിവരങ്ങൾ വൈകാതെ അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യ ഹർജി കോടതിയിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് ഏതെങ്കിലും നിലയ്ക്കുള്ള ഇളവ് കൊടുക്കേണ്ടതില്ല, അറസ്റ്റ് ചെയ്യാമെന്ന് തന്നെയാണ് പോലീസിന് കിട്ടിയിട്ടുള്ള നിയമോപദേശം. കോൺഗ്രസിലെ ചില നേതാക്കളോട് സംസാരിക്കുമ്പോഴും ഇന്ന് അറസ്റ്റ് ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്താണ് ഈ കാര്യത്തിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് എന്ന് നോക്കണം.